ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ശ്രീസ് PSC വേൾഡിലേക്ക് സ്വാഗതം. വരാൻ പോകുന്ന കമ്പനി ബോർഡ്, വെബ്കോ, VFA എന്നിവയുള്ള ക്ലാസ്സുകളാണ് നമ്മൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ കറണ്ട് അഫയേഴ്സ് 2025 കറണ്ട് അഫയേഴ്സ് ആണ് നമ്മൾ പഠിച്ചു വരുന്നത്. ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ് ഇത്രയും മാസങ്ങളിലെ കറണ്ട് അഫയേഴ്സ് നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്. എല്ലാവരും കാണുക. ഇനി ജൂൺ മാസത്തിലെ കറണ്ട് അഫയേഴ്സ് ആണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകാം. കറണ്ട് അഫയേഴ്സിന്റെ പ്രാധാന്യം മനസ്സിലാക്കി തന്നെ എല്ലാവരും പഠിക്കുക. ഓക്കെ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേടാ. ജൂൺ 19 നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം അല്ലെ, എന്താ ജൂൺ 19? എന്താണ് ജൂൺ 19ന്റെ പ്രത്യേകത? വായനാ ദിനമാണ് അല്ലെ. ജൂൺ 19 എന്താണ്? വായനാ ദിനമാണ്. ആരുടെ ഓർമ്മയ്ക്കായിട്ടാണ് ഈ വായനാ ദിനം ആചരിക്കുന്നത്? നമ്മുടെ PN പണിക്കരുടെ ചരമദിനമാണ്. ചിലവർ എഴുതിയിരിക്കും ജന്മദിനം, അങ്ങനെ ഒരു ഡൗട്ട് വേണ്ട. PN പണിക്കർ അദ്ദേഹത്തിന്റെ എന്താണ് ചരമദിനമാണ് വായനാ ദിനമായിട്ട് ആചരിക്കുന്നത് കേട്ടോ. അത് ഓർത്ത് വെച്ചേക്കണം. PN പണിക്കരുടെ ചരമദിനമാണ് വായനാ ദിനം. ഓക്കെ അല്ലേ? ഏത് വർഷം മുതൽ ഇത് ആചരിക്കാൻ തുടങ്ങിയെന്നറിയോ? 96-ലാണ് കേട്ടോ. 1996 മുതലാണ് വായനാ ദിനം ജൂൺ 19 ആയിട്ട് ആചരിക്കാൻ തുടങ്ങുന്നത്. ഓക്കെ, അപ്പൊ ജൂൺ 19 എന്താണ്? വായനാ ദിനമാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. 2025 കേന്ദ്ര സാഹിത്യ അക്കാദമി ഏറ്റവും മികച്ച സാഹിത്യ അതായത് യുവ സാഹിത്യകാരനുള്ള അവാർഡ് ഏതാണ്? 2025 കേന്ദ്ര സാഹിത്യ അക്കാദമി യുവ സാഹിത്യകാരനുള്ള അവാർഡ് നേടിയ വ്യക്തിയാണ് അഖിൽ P. ധർമ്മജൻ. ആരാണ്? അഖിൽ P. ധർമ്മജൻ. റാം കെയർ ഓഫ് ആനന്ദി എന്ന കൃതിക്ക് അല്ലെ, നമുക്കറിയാം റാം കെയർ ഓഫ് ആനന്ദിക്കാണ് അദ്ദേഹത്തിന് പുരസ്കാരം കിട്ടിയത് അല്ലെ, അഖിൽ P. ധർമ്മജൻ. അങ്ങനെയാണെങ്കിൽ ആ ഒരു കാറ്റഗറിയിൽ തന്നെ ബാലസാഹിത്യം, കേന്ദ്ര സാഹിത്യത്തിൽ തന്നെ ബാലസാഹിത്യ അക്കാദമി അവാർഡ് കൊടുക്കുന്നുണ്ട് അല്ലെ, ബാലസാഹിത്യ പുരസ്കാരം കൊടുക്കുന്നുണ്ട്. അത് കിട്ടിയത് ശ്രീജിത്ത് മുത്തേടത്തിനാണ്. ശ്രീജിത്ത് മുത്തേടത്തിനാണ് 2025 ബാലസാഹിത്യ പുരസ്കാരം ലഭിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഏത് കൃതിക്കാണെന്ന് ചോദിച്ചാൽ പെൻഗിനുകളുടെ വൻകരയിൽ എന്ന കൃതിക്കാണ്. ഓക്കെ അല്ലേ? അപ്പൊ ഈ 2025 കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ മികച്ച യുവ സാഹിത്യകാരനുള്ള പുരസ്കാരം അഖിൽ P. ധർമ്മജന്, റാം കെയർ ഓഫ് ആനന്ദിക്കും. ബാലസാഹിത്യ വിഭാഗത്തില് പുരസ്കാരം ശ്രീജിത്ത് മുത്തേടത്തിനുമാണ്. ഓക്കെ അല്ലേ? അത് കിട്ടിയല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഇന്ത്യൻ വനിതാ സീനിയർ ഫുട്ബോൾ ടീമിലേക്ക്, എവിടെയാണ്? ഇന്ത്യൻ വനിതാ സീനിയർ ഫുട്ബോൾ ടീമിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട മലയാളി ആയതുകൊണ്ട് തന്നെ എന്താണ് ഇമ്പോർട്ടന്റ് ആണ്. ഇന്ത്യൻ വനിതാ സീനിയർ ഫുട്ബോൾ ടീമിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട മലയാളിയുടെ പേരാണ് P. മാളവിക. ആരാണ് അവര്? P. മാളവിക. അപ്പൊ ഇന്ത്യൻ വനിതാ സീനിയർ ഫുട്ബോൾ ടീമിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട മലയാളി ആരാണ്? P. മാളവികയാണ്. ഓക്കെ, അടുത്ത നോക്കിക്കേ. ഘടംപൂർ താപവൈദ്യുത പദ്ധതിയുടെ യൂണിറ്റ് 1 ഉദ്ഘാടനം ചെയ്തത് ആരാണ്? എന്താണ്? ഏത് താപവൈദ്യുതിയാണ്? ഘടംപൂരാണ്. ഘടംപൂർ താപവൈദ്യുത പദ്ധതിയുടെ യൂണിറ്റ് 1 ഉദ്ഘാടനം ചെയ്തത് നമ്മുടെ പ്രധാനമന്ത്രി ആരാണ്? നരേന്ദ്രമോദിയാണ് കേട്ടോ. അത് എവിടെയാണ് ഈ ഒരു താപവൈദ്യുത പദ്ധതി എന്ന് അറിയോ? ഏത് സ്റ്റേറ്റിലാണ്? ഉത്തർപ്രദേശിലാണെന്ന് ഓർക്കുക. അപ്പൊ ഘടംപൂർ താപവൈദ്യുത പദ്ധതി എവിടെയാണ്? ഉത്തർപ്രദേശിലാണ്. അതിന് യൂണിറ്റ് 1 ഉദ്ഘാടനം ചെയ്ത ആരാണ്? നരേന്ദ്രമോദിയാണ്. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യന്. ഇന്റർനാഷണൽ എയർ ട്രാൻസ്പോർട്ട് അസോസിയേഷന്റെ 81ാമത് വാർഷിക പൊതുയോഗ വേദി എന്താണ്? ഇന്റർനാഷണൽ എയർ ട്രാൻസ്പോർട്ട് അസോസിയേഷന്റെ 81ാമത് വാർഷിക പൊതുയോഗ വേദിയാണ് ന്യൂഡൽഹിയിൽ വെച്ചിട്ടാണ് 81ാമത് എയർ ട്രാൻസ്പോർട്ട് അസോസിയേഷന്റെ വാർഷിക പൊതുയോഗം നടന്നത്. ഓർത്ത് വെച്ചേക്കുക. ഇന്റർനാഷണൽ എയർ ട്രാൻസ്പോർട്ട് അസോസിയേഷന്റെ 81ാമത് വാർഷിക പൊതുയോഗ വേദി ഏതാണ്? ന്യൂഡൽഹിയാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. അടുത്തിടെ വിയറ്റ്നാം സന്ദർശിച്ച ഇന്ത്യൻ നാവികസേന കപ്പൽ ഏതാണ്? അടുത്തിടെ ഏത് രാജ്യമാണ്? വിയറ്റ്നാം സന്ദർശിച്ച ഇന്ത്യൻ നാവികസേനയുടെ കപ്പലാണ് INS ദർശക്. ഏതാണ് ആ കപ്പല്? INS ദർശക്. അപ്പൊ അടുത്തിടെ വിയറ്റ്നാം സന്ദർശിച്ച ഇന്ത്യൻ നാവികസേനയുടെ കപ്പലാണ് INS ദർശക് എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. ഗ്രാമീണ മേഖലയിലെ വനിതകളുടെ ശാക്തീകരണം പ്രോത്സാഹിപ്പിക്കുന്നതിനായിട്ട് തെലങ്കാന സർക്കാർ ആരംഭിച്ച അല്ലെങ്കിൽ പുറത്തിറക്കിയ ആപ്ലിക്കേഷന്റെ പേരാണ് സിത. SITHA, സിത കേട്ടോ. എന്താണ്? ഗ്രാമീണ മേഖലയിലെ വനിതകളുടെ ശാക്തീകരണം അത് ലക്ഷ്യമാക്കിക്കൊണ്ട് അല്ലെങ്കിൽ അതിനെ പ്രോത്സാഹിപ്പിക്കുന്നതിനായിട്ട് ഏത് സർക്കാരാണെന്ന് നോക്കിക്കേ. തെലങ്കാന സർക്കാരാണ്. ഇമ്പോർട്ടന്റ്. തെലങ്കാന സർക്കാർ പുറത്തിറക്കിയ ആപ്ലിക്കേഷൻ ആണ് സിത എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ. രാജ്യത്ത് ആദ്യമായി വോട്ടിംഗ് പുറത്തിറക്കിയത് അല്ലെങ്കിൽ നടപ്പിലാക്കിയ സംസ്ഥാനമാണ് ബീഹാർ എന്ന് പറയുന്നത്. വോട്ടിംഗ് എന്ന് പറഞ്ഞാൽ അറിയാലോ, ഫോണിൽ കൂടിയുള്ള വോട്ട് അല്ലെ. അപ്പോൾ രാജ്യത്ത് ആദ്യമായിട്ടാണ് ഇങ്ങനൊരു
നടപടി വരുന്നത്. അപ്പൊ അത് ഏത് സംസ്ഥാനത്താണെന്ന് ചോദിച്ചാൽ അത് ബീഹാറിലാണ്. അപ്പൊ രാജ്യത്ത് ആദ്യമായിട്ട് ഈ വോട്ടിംഗ് സംവിധാനം നിലവിൽ വന്നത് ബീഹാറിലാണെന്ന് ഓർത്ത് വെച്ചേക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ആദ്യത്തെ ഇ വേസ്റ്റ് എക്കോ പാർക്ക് നിലവിൽ വരുന്നത് എവിടെയാണ്? ഇന്ത്യയിലെ ആദ്യത്തെ ഇ വേസ്റ്റ് ഇക്കോ പാർക്ക് നിലവിൽ വരുന്നത് ന്യൂഡൽഹിയിലെ ഹോളാംബി കനലിലാണ് കേട്ടോ. എവിടെയാണ്? ന്യൂഡൽഹിയിലെ ഹോളാംബി കനലിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഇ വേസ്റ്റ് ഇക്കോ പാർക്ക് നിലവിൽ വരുന്നത്. അടുത്തത് ഒരു പുരസ്കാരമാണ്. 2025 ഐക്യരാഷ്ട്ര സംഘടന ഏർപ്പെടുത്തുന്ന ഒരു പുരസ്കാരമാണ് സസകാവ പുരസ്കാരം എന്ന് പറയുന്നത്. ഏതാണ്? സസകാവ പുരസ്കാരം. ഇത് ലഭിച്ച വ്യക്തിയാണ് ഡോക്ടർ മൃത്യുഞ്ജയ് മൊഹപാത്ര. ഡോക്ടർ മൃത്യുഞ്ജയ് മൊഹപാത്രയാണ് 2025 സസകാവ പുരസ്കാരത്തിന് അർഹനായത്. ഇത് ഐക്യരാഷ്ട്ര സംഘടന ഏർപ്പെടുത്തുന്ന പുരസ്കാരമാണ് സസകാവ പുരസ്കാരം എന്ന് പറയുന്നത്. ഇതിന് അർഹനായത് ആരാണ്? ഡോക്ടർ മൃത്യുഞ്ജയ് മൊഹപാത്രയാണ്. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ആദ്യത്തെ കേബിൾ സ്റ്റേയ്ഡ് റെയിൽവേ പാലം. ആദ്യത്തെ ആയതുകൊണ്ട് തന്നെ, ഇന്ത്യയിലെ ആയതുകൊണ്ട് തന്നെ ഇമ്പോർട്ടന്റ് ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ കേബിൾ സ്റ്റേയ്ഡ് റെയിൽവേ പാലം ഏതാണ്? അഞ്ചിഘട്ട് പാലമാണ്. നമ്മുടെ ചെനാബ് നദിയുടെ പോഷക നദിയായിട്ടുള്ള അഞ്ചി നദിക്ക് കുറുകെയാണ് ഈ ഒരു പാലം വന്നിരിക്കുന്നത് കേട്ടോ. അപ്പൊ ഇന്ത്യയിലെ ആദ്യത്തെ കേബിൾ സ്റ്റേയ്ഡ് റെയിൽവേ പാലം ഏതാണ്? അഞ്ചിഘട്ട് ആണ്. അടുത്തത് നമുക്കറിയാം, അന്താരാഷ്ട്ര യോഗാ ദിനമായിട്ട് ആചരിക്കുന്നത് എന്നാണ്? ജൂൺ 21 അല്ലെ? ഈ ജൂൺ 21 അപ്പൊ ഈ ഇതിന്റെ വേദി എവിടെയായിരുന്നു? 2025 കാര്യമാണ് പറയുന്നത്. 2025 അന്താരാഷ്ട്ര യോഗാ ദിനം നടന്നത് എവിടെ വെച്ചിട്ടാ? വിശാഖപട്ടണത്ത് വെച്ചിട്ടാണ്. എവിടെ വെച്ചിട്ടാണ്? വിശാഖപട്ടണം. അപ്പൊ അന്താരാഷ്ട്ര യോഗാ ദിനം 2025 വേദി എവിടെയായിരുന്നു? വിശാഖപട്ടണമാണ്. എന്നാണ് അന്താരാഷ്ട്ര യോഗാ ദിനം? ജൂൺ 21. അടുത്ത ക്വസ്റ്റ്യൻ ഒരു ഇൻഡെക്സ് ആണ്. 2025 വേൾഡ് ജെൻഡർ ഗ്യാപ്പ് ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം, ലിംഗസമത്വ സൂചിക അല്ലെ? അപ്പൊ വേൾഡ് ജെൻഡർ ഗ്യാപ്പ് ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാ? 131. നമ്മൾ പഠിച്ചു ലോക മാധ്യമ സ്വാതന്ത്ര്യ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം നമ്മൾ പഠിച്ചായിരുന്നു. 151 പറഞ്ഞ് പഠിച്ചായിരുന്നു. വേൾഡ് ജെൻഡർ ഗ്യാപ്പ് ഇൻഡെക്സ് 2025 ഇന്ത്യയുടെ സ്ഥാനം 131. പഠിച്ചു വെച്ചേക്കുക കേട്ടോ. അടുത്തത് ഒരു വ്യക്തിയുടെ ഓർമ്മക്കുറിപ്പാണ്. ആരോ ആണെന്നറിയാമോ? ദ വൺ ക്രിക്കറ്റ് മൈ ലൈഫ് ആൻഡ് മോർ. ക്രിക്കറ്റ് എന്ന് കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഏതെങ്കിലും ക്രിക്കറ്റർ ആയിരിക്കും അല്ലെ? അത് ആരാന്നറിയാമോ? ശിഖർ ധവാൻ എന്ന് പറയുന്ന ക്രിക്കറ്റർ ഉണ്ട്. അദ്ദേഹത്തിന്റെ ഓർമ്മക്കുറിപ്പാണ് ഇത്. ദ വൺ ക്രിക്കറ്റ് മൈ ലൈഫ് ആൻഡ് മോർ എന്ന് പറയുന്നത് ആരുടെയാണ്? ശിഖർ ധവാൻ. ശിഖർ ധവാൻ കേട്ടോ. അപ്പൊ അദ്ദേഹത്തിന്റെ ഓർമ്മക്കുറിപ്പാണ് ഇതെന്ന് പറയുന്നത്. അടുത്തത് 2025 ജൂണില് ICC ഹാൾ ഓഫ് ഫെയിമിൽ ഉൾപ്പെട്ട ക്രിക്കറ്റർ ആരാണ്? 2025 ജൂണില് ICC ഹാൾ ഓഫ് ഫെയിമിൽ ഉൾപ്പെട്ട ക്രിക്കറ്റർ ആണ് നമ്മുടെ ധോണി. MS ധോണിയാണ്. MS ധോണിയാണ്. നെക്സ്റ്റ് നമുക്കറിയാം ന്യൂസിലാൻഡിന്റെ മുൻ പ്രധാനമന്ത്രിയായിരുന്നു ജസീന്ത ആർഡൻ. അവരുടെ ഒരു പുസ്തകമാണ് എ ഡിഫറെന്റ് കൈൻഡ് ഓഫ് പവർ എന്ന് പറയുന്നത്. ഇമ്പോർട്ടന്റ് ആണ്, നോട്ട് ചെയ്തേക്കണം. എ ഡിഫറെന്റ് കൈൻഡ് ഓഫ് പവർ എന്ന് പറയുന്ന പുസ്തകം ആരുടെയാണ്? ന്യൂസിലാൻഡിന്റെ മുൻ പ്രധാനമന്ത്രിയായിട്ടുള്ള ജസീന്ത ആർഡന്റെ ആണ്. അപ്പോ പുസ്തകത്തിന്റെ പേരെന്താ? എ ഡിഫറെന്റ് കൈൻഡ് ഓഫ് പവർ. ഓർത്ത് വെച്ചേക്കുക. ഇതിനടുത്തൊരു വിയോഗമാണ്. 2025 മെയ്യിൽ അന്തരിച്ച പ്രശസ്തനായ ഫ്രഞ്ച് ബയോ കെമിസ്റ്റ് ആരാണ്? എന്താണ്? 2025 മെയ്യിൽ അന്തരിച്ച പ്രശസ്ത ഫ്രഞ്ച് ബയോ കെമിസ്റ്റിന്റെ പേരാണ് എറ്റിനി എമിലി ബോലിയു. എന്താണ്? എറ്റിനി എമിലി ബോലിയു എന്ന് പറയുന്നത് കേട്ടോ. ഒന്ന് നോട്ട് വെച്ചേക്കാം. നെക്സ്റ്റ് അപ്പൊ നമുക്ക് ഇനി ആദ്യം ഇത്രയേ ഉള്ളൂ. നമുക്ക് ആദ്യം പോലെ ഒന്നുകൂടെ ഒന്ന് നോക്കാം. ഫസ്റ്റ് നമ്മൾ പറഞ്ഞത് വായനാ ദിനമാണ് അല്ലെ? ജൂൺ 19 എല്ലാ വർഷവും വായനാ ദിനമായിട്ട് ആചരിക്കുന്നത് അല്ലെ? ആരുടെ ചരമദിനമാണ്? PN പണിക്കരുടെ ചരമദിനമാണ് നമ്മൾ വായനാ ദിനമായിട്ട് ആചരിക്കുന്നത്. 96 മുതലാണ് ഇങ്ങനെ ആചരിക്കാൻ തുടങ്ങിയതെന്ന് നമ്മൾ പറഞ്ഞു. ദെൻ കേന്ദ്ര സാഹിത്യ അക്കാദമി 2025 ഏറ്റവും മികച്ച യുവസാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്കായിരുന്നു? അഖിൽ P ധർമ്മജനാണെന്ന് പറഞ്ഞു. റാം കെയർ ഓഫ് ആനന്ദി എന്ന കൃതിക്ക്. അതിൽ ബാലസാഹിത്യ പുരസ്കാരം കിട്ടുന്നത് ശ്രീജിത്ത് മുത്തേടത്തിനാണ്. പെൻഗിനുകളുടെ വൻകരയിൽ എന്ന കൃതിക്ക്. ദെൻ ഇന്ത്യൻ വനിതാ സീനിയർ ഫുട്ബോൾ ടീമിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട മലയാളിയാണ് P മാളവിക. ഇനി ഘടംപൂർ താപവൈദ്യുത പദ്ധതിയുടെ യൂണിറ്റ് 1 ഉദ്ഘാടനം ചെയ്ത നരേന്ദ്രമോദിയാണ്. അത് ഏത് സ്റ്റേറ്റിലാണെന്ന് ചോദിച്ചാൽ ഉത്തർപ്രദേശിലാണ്. ഇന്റർനാഷണൽ എയർ ട്രാൻസ്പോർട്ട് അസോസിയേഷന്റെ 81ാമത് വാർഷിക പൊതുയോഗ വേദി ഏതാ? ന്യൂഡൽഹിയാണ്. അടുത്തിടെ വിയറ്റ്നാം സന്ദർശിച്ച ഇന്ത്യൻ നാവികസേന കപ്പൽ ഏതാ? INS ദർശക്. ഗ്രാമീണ മേഖലയിലെ വനിതകളുടെ ശാക്തീകരണം പ്രോത്സാഹിപ്പിക്കുന്നതിനായിട്ട് തെലങ്കാന സർക്കാർ പുറത്തിറക്കിയ ആപ്ലിക്കേഷനാണ് സിത എന്ന് പറയുന്നത്. ഓക്കെ, രാജ്യത്ത് ആദ്യമായിട്ട്
ഇ വോട്ടിംഗ് നടപ്പിലാക്കിയ സംസ്ഥാനം ഏതാണ്? ബീഹാർ ആണ്. ദെൻ ഇന്ത്യയിലെ ആദ്യത്തെ ഇ വേസ്റ്റ് ഇക്കോ പാർക്ക് നിലവിൽ വരുന്നത് ന്യൂഡൽഹിയിലെ ഹോളാബി കനലിലാണ്. ദെൻ 2025 ഐക്യരാഷ്ട്ര സംഘടന കൊടുക്കുന്ന പുരസ്കാരമാണ് സസഗാവ പുരസ്കാരം. അത് ലഭിച്ച വ്യക്തി ആരാ? ഡോക്ടർ മൃത്യുഞ്ജയ് മൊഹപാത്രയാണ്. ഇതിന് ഇന്ത്യയിലെ ആദ്യത്തെ കേബിൾ സ്റ്റേഡ് റെയിൽവേ പാലമാണ് അഞ്ചിഗഡ് എന്ന് പറയുന്നത്. ഇതിന് അന്താരാഷ്ട്ര യോഗാ ദിനം 2025 വേദി വിശാഖപട്ടണമായിരുന്നു. 2025 വേൾഡ് ജെൻഡർ ഗ്യാപ്പ് ഇൻഡെക്സ് ഇന്ത്യയുടെ സ്ഥാനം 131 ആണെന്ന് ഓർക്കുക. പിന്നെ നമ്മളൊരു ക്രിക്കറ്ററിന്റെ ഓർമ്മക്കുറിപ്പ് പറഞ്ഞു, ദ വൺ ക്രിക്കറ്റ് മൈ ലൈഫ് ആൻഡ് മോർ. അത് ആരുടെയാണ്? ശിഖർ ധവാന്റെ ഓർമ്മക്കുറിപ്പാണ്. ദെൻ 2025 ജൂണിൽ ICC ഹോൾ ഓഫ് ഫെയിമിൽ ഉൾപ്പെട്ട ക്രിക്കറ്റർ ആരാ? MS ധോണിയാണ്. ദെൻ ജസീന്ത ആർഡൻ, മുൻ ന്യൂസിലാൻഡ് പ്രധാനമന്ത്രിയായിട്ടുള്ള ജസീന്ത ആർഡന്റെ ഒരു ബുക്കാണ് എ ഡിഫറെന്റ് കൈൻഡ് ഓഫ് പവർ എന്ന് പറയുന്നത്. ദെൻ ഒരു യോഗമാണ് നമ്മൾ ലാസ്റ്റ് ആയിട്ട് പഠിച്ചത്. 2025 മെയ്യിൽ അന്തരിച്ച പ്രശസ്ത ഫ്രഞ്ച് ബയോകെമിസ്റ്റ് ആരാണ് അദ്ദേഹം? എറ്റിനി എമിലി ബോല്യൂ എന്ന് പറയുന്ന ആളാണ്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. കുറേശ്ശെ പഠിപ്പിക്കുന്നത് നിങ്ങൾക്ക് എളുപ്പത്തിൽ പഠിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഒത്തിരി അങ്ങോട്ട് തലക്കേറ്റിട്ടും കാര്യമില്ല. നമ്മൾ പഠിക്കുന്നത് നല്ല വൃത്തിയായിട്ട് പഠിക്കുക. ഓക്കെ, അപ്പോൾ ക്ലാസ്സുകളൊക്കെ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.